കരതാരിൽ ലയിച്ചാൽ ജീവിതം ധന്യമായി തീരും. ലൗകിക നികുതികളെക്കാളും ആത്മീയ നീതിക്ക് വില കൽപ്പിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കാപട്യത്തെക്കുറിച്ച് യേശുനാഥൻ പറയുന്നതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ സുവിശേഷം. ക്രിസ്തുവിൻ്റെ ഈ ഭാഗത്തുള്ള പ്രഭാഷണത്തിലെ 7 ദുരിതങ്ങളിലെ 2 ദുരിതങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്ന്, നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ ഉപേക്ഷിച്ചുകൊണ്ട് കർപ്പൂര, തുളസി, ശതുകുപ്പ, ജീരകം എന്നിവയ്ക്ക് നിങ്ങൾ ദശാംശം കൊടുക്കുകയും അതിന്മേൽ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യുന്നു എന്ന്. 5-ാമത്തെ ദുരിതം, പാത്രങ്ങളുടെ ബാഹ്യ തലത്തെ വിശുദ്ധീകരിക്കുകയും അഥവാ ബാഹ്യതലം മാത്രം കാണുകയും അതിൻ്റെ ആന്തരിക വശം ശുദ്ധിയാണോ ഇല്ലയോ എന്ന് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മൗഢ്യത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. തൻ്റെ കാലത്തെ മതനേതാക്കന്മാരുടെ കാപട്യത്തെയും വിശുദ്ധിയുടെ അഭാവത്തെയും യേശു അപലപിക്കുകയാണ്. നിയമത്തിൻ്റെ കൂടുതൽ പ്രധാനപ്പെട്ട വശങ്ങൾ അവഗണിക്കുമ്പോൾ ഫരിസേയർ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എങ്ങനെയെന്ന് കർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. 2 പ്രതിരൂപങ്ങൾ കർത്താവ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഒന്ന് കൊതുകും മറ്റൊന്ന് ഒട്ടകവുമാണ്. കൊതുകിനെ അരിച്ചു നീക്കി നിങ്ങൾ ശ്രദ്ധാലുക്കളെന്ന് വരുത്തി തീർക്കുമ്പോൾ ഒട്ടകത്തെ നിങ്ങൾ വിഴുങ്ങുകയാണ് ചെയ്യുന്നത് എന്ന വലിയ ദുരന്തത്തെ കർത്താവ് അവർക്ക് ചൂണ്ടിക്കാണിച്ച് കൊടുക്കുന്നു. ഒരർത്ഥത്തിൽ നമുക്ക് വിലയുള്ളത് ദൈവത്തിന് വിലയുള്ളതല്ല എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി, യേശു തൻ്റെ കാലത്തെ മതനേതാക്കന്മാരുടെ വിശുദ്ധിയുടെയും ആത്മാർത്ഥതയുടെയും അഭാവത്തിൽ അവരെ നിഷിദ്ധമായി വിമർശിക്കുകയാണ്. അവരുടെ പ്രാധാന്യങ്ങൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അപ്രധാനങ്ങളാണ് എന്ന് കർത്താവ് പറയുന്നു. സുഗന്ധദ്രവ്യങ്ങളായ തുളസി, ചതുകുപ്പ, ജീരകം എന്നിവയ്ക്ക് സൂക്ഷ്മതയോടുകൂടി ദശാംശം അവർ ശ്രദ്ധിക്കുമ്പോൾ ആത്മീയ സുഗന്ധം സമ്പൂർണമായും അവരിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് തിരിച്ചറിയുകയും അതവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുകയാണ്. നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കാതെ പോകുന്നു. അവർക്ക് ആത്മീയ സുഗന്ധം പകരുന്ന, മറ്റുള്ളവർക്ക് അവർ ആത്മീയ സുഗന്ധം പകരുവാൻ വേണ്ടിയുള്ള നിയമത്തെ മറന്നു പോകുന്നവർക്ക് ഈ ലോകത്തിലെ ഒരു സുഗന്ധ വ്യഞ്ജനങ്ങൾക്കും അവർക്ക് ആത്മീയ സുഗന്ധം നൽകുവാൻ സാധിക്കുകയില്ല എന്ന് കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധിക്ക് വേണ്ടി വിശുദ്ധീകരിക്കപ്പെടുവാനും വേണ്ടിയുള്ള നിയമത്തെ മറന്നുപോകുന്ന അവർ പാത്രങ്ങളുടെ ബാഹ്യമായ ശുദ്ധി, വൃത്തി, ഭംഗി, സൗന്ദര്യം മാത്രം ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ ഉൾവശം പൂർണ്ണമായും ദുർഗന്ധത്തിലും വൃത്തിഹീനമായ അവസ്ഥയിലുമാണ് എന്ന് കർത്താവ് അവരെ സൂചിപ്പിക്കുകയാണ്. നിയമം അറിയുക മാത്രമല്ല, നിയമത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക, നിയമം നിന്റെ ഉള്ളിൽ വിശുദ്ധിയായി മാറുക, മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് നിയമത്തിലൂടെ വിശുദ്ധി പകർന്നു കൊടുക്കുവാൻ ഉള്ള ഉത്തരവാദിത്വം നിങ്ങൾ യഥാർത്ഥത്തിൽ നീതിപൂർവകം ജീവിക്കുക എന്ന് കർത്താവ് അവരെ ഉദ്ബോധിപ്പിക്കുകയായിരുന്നു. മതത്തിൻ്റെ ബാഹ്യതയിൽ നിന്നും ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ നീ പുറത്ത് പ്രാർത്ഥിച്ച് ഒരുക്കി വച്ചിരിക്കുന്ന ചിത്രങ്ങളും രൂപങ്ങളും നിന്റെ ആന്തരിക വിശുദ്ധിയിലേക്കും ഉള്ളിലുള്ള ദൈവ സാന്നിധ്യ ബോധത്തിലേക്കും നിന്നെ നയിക്കുന്നില്ല എങ്കിൽ നിന്റെ ദൈവബന്ധം ബാഹ്യതയിൽ ഒതുങ്ങുന്നതാണ് എന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ബാഹ്യതലങ്ങളിൽ നിന്നും ആന്തരിക തലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുവാനും മറ്റുള്ളവരുടെ ഉള്ളിലുള്ള ദൈവത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാനും നന്മയുള്ളവരായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം.
സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടേണമേ, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകണമേ. ആ വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. ആ ഭാവമെന്നിൽ നിറഞ്ഞാൽ ക്ഷമിക്കുന്ന സ്നേഹമായി തീരും. ആ രൂപമുള്ളിൽ തെളിഞ്ഞാൽ നൊമ്പരം നന്മയായി തീരും. ആ ഭാവമെന്നിൽ നിറഞ്ഞാൽ ക്ഷമിക്കുന്ന സ്നേഹമായി തീരും. ആ രൂപമുള്ളിൽ തെളിഞ്ഞാൽ നൊമ്പരം നന്മയായി തീരും. ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടേണമേ, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകണമേ. ആ തിരുമാറോടു ചേർന്നാൽ ആത്മാവിലാനന്ദമൊഴുകും. ആ കരതാരിൽ ലയിച്ചാൽ ജീവിതം ധന്യമായി തീരും. ആ തിരുമാറോടു ചേർന്നാൽ ആത്മാവിലാനന്ദമൊഴുകും. ആ കരതാരിൽ ലയിച്ചാൽ ജീവിതം ധന്യമായി തീരും. ആ വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം. ആ സ്നേഹനയനം പതിഞ്ഞാൽ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. ഈശോ